ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം മണി 4:30 രാവിലെ. ഇന്നിപ്പോൾ റൂബിക്ക് പുറത്തേക്ക് ഇറങ്ങണം, വയറുവേദന എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ രാവിലെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമുള്ളൊരു വെതറായിരിക്കും പുറത്ത്. നല്ല സുഖമാണ് നിൽക്കാനായിട്ട്. മഴയൊന്നുമില്ലെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പുറത്തിറങ്ങി നിൽക്കാം. അപ്പോൾ മഴയുടെ ഒരു ശബ്ദം പോലെ കേട്ടതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ്. കാരണം നമുക്ക് പകുതി വരെ ഷെൽട്ടർ ഉണ്ടല്ലോ, അപ്പോൾ മഴ വീഴില്ല. കുറച്ചിങ്ങ് നീങ്ങി നടന്ന് നോക്കണം, എന്നാലേ മഴ ഉണ്ടാകുന്നറിയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ മഴയില്ല. പക്ഷെ എന്താണ് ഇങ്ങനെ ശബ്ദം, വെള്ളം വീഴുന്ന ശബ്ദം പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൽ കൂടിയൊക്കെ ഒന്ന് നോക്കണേണ് പുറത്തേക്ക്, വേറെ വല്ല പരിപാടികൾ പുറത്ത് നടക്കുന്നുണ്ടാന്നുള്ളത്. അപ്പോൾ റൂബി അവിടെ നടന്ന് പുല്ല് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തൊന്നും ഒന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എവിടെയോ ഒരു സ്ഥലത്ത് ടാങ്ക് നിറഞ്ഞ് വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശബ്ദമാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായതുമില്ല. അങ്ങനെ ഞാൻ റൂബിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി. പിന്നെ ഏതായാലും നമ്മൾ കിടക്കൂലല്ലോ. സാധാരണ 5:30ക്കാണ് അങ്ങനെ എഴുന്നേറ്റ് ഒരു ജോലികൾ തുടങ്ങണമെങ്കിലും ഇന്നിപ്പോൾ നേരത്തെ ആയതുകൊണ്ട് അങ്ങനെ കിടന്നില്ല. പിന്നെ വേഗം ജോലിയിലേക്ക് കടന്നു. അപ്പോൾ ഇത്തിരി പഴത്തിൻ്റെ നമ്മൾ ചെറുപഴം ഇവിടെ പഴുത്തിരിക്കുന്നുണ്ട്. പഴങ്ങളെല്ലാം പഴുത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇത്തവണ പപ്പ കൊണ്ടുവന്ന പഴം മൊത്തം പഴുത്ത പഴവും. അപ്പോൾ അതുകൊണ്ട് ആ ചെറുപഴം എടുത്തിട്ടില്ലേ ഒന്ന് ഉടച്ചിട്ട് ഇത്തിരി ചിയാ സീഡ് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെറുപഴം ഒന്ന് ഉടച്ചെടുത്ത് ധനിക്കട്ടാം. 2 ടേബിൾ സ്പൂൺ ചിയാ സീഡും കൂടി ഇട്ടിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് അവിടെ വെക്കോട്ടെ. പിന്നെ നട്ട്സൊക്കെ വേണമെങ്കിൽ ഇടാം. ഇവിടെ നട്ട്സൊക്കെ കുറേ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഇട്ടില്ല. ഇത് മാത്രം മതിയെന്ന് വിചാരിച്ച് അങ്ങനെ പാലും കൂടി ഒഴിച്ചു. അപ്പോൾ റിച്ചാൻ വേണ്ടിയിട്ട് അവിടെ പാല് കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാല് കുറച്ചെടുത്തിട്ട് ഇതിനകത്തേക്കും ഒഴിച്ച്. പിന്നെ അധികം പാലൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചിലപ്പോൾ കട്ട പോലെ ആയി വരില്ല. എനിക്ക് കട്ട പോലെ ആയി ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് നോക്കിയിട്ട് ഇത് കുതിർന്ന് ആ ചിയാസിഡൊക്കെ വീർത്ത് വരും. അപ്പോൾ തണുത്ത് ഉപയോഗിക്കണവർക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. എനിക്ക് തണുപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ വെച്ചത്. പിന്നെ അങ്ങനെ പാത്രങ്ങളൊക്കെ രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ റൂബിക്ക് വയറുവേദന എടുക്കണം പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞെന്ന്. റൂബിക്ക് അങ്ങനെ പറയാൻ പറ്റൂലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ റൂബിക്കത് പറയാതെ തന്നെ നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ബെഡ്റൂമിൻ്റെ ഡോറിങ്ങനെ പൂട്ടിയിട്ടേക്കണല്ലേ. അപ്പോൾ അവൾ ചാടി ഇറങ്ങി, കട്ടിലേലാണല്ലോ കിടക്കണത്, ചാടി ഇറങ്ങിയിട്ട് ആ ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. മിക്കവാറും എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇത് കൊണ്ട് ഈ മിണ്ടാപ്രാണികളുടെ കാര്യത്തിൽ നമുക്ക് എത്ര ഉറക്കമാണെങ്കിലും ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് പോകും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഴുന്നേറ്റ് ഇവരവിടെ നിൽക്കണത് കാണും. ഇനി അഥവാ നമ്മൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ കുറേ നേരം അവർ സൈലൻ്റായിട്ട് അവിടെ നിൽക്കോട്ടെ. ഈ ഡോറിൻ്റെ അരികിൽ ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം ഡോറ് തുറക്കുന്നാണ് അവർ പറയണത്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നമ്മൾക്കിത് കാണാൻ പറ്റില്ല എന്നൊന്നും അവർക്കറിയില്ലല്ലോ. പക്ഷേ ദൈവം തന്നെ നമ്മളെ ഉണർത്തോട്ടെ. മിക്കവാറും അങ്ങനെ തന്നെ. എനിക്ക് അതിശയം തോന്നും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ഉണരുമ്പോൾ ഇവളിങ്ങനെ നിൽക്കണേയിരിക്കുള്ളൂ. എനിക്ക് സങ്കടം വരും കേട്ടോ. അപ്പം തന്നെ തുറന്ന് ഇറക്കോട്ടെ ഞാൻ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ കുറേ അധികം നേരം ചിലപ്പോൾ അരമണിക്കൂർ അവർ നിന്നിട്ടുണ്ടാകാം. അങ്ങനെ അത്രയും നേരം നിൽക്കുമ്പോൾ മാത്രമാണ് അവർ പതിയൊന്ന് കുരക്കണത് ചെറിയൊരു ശബ്ദത്തിൽ. ഞാനിവിടെ ഉണ്ട്, ഒന്ന് വാ എന്ന് പറയാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അതൊക്കെ. മിക്കവാറും ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണ് തുറന്നു പോകും കേട്ടോ. അങ്ങനെ അവളെ ഇറക്കുന്നതാണ്, അല്ലാതെ അവൾക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആണ് അവരുടെ കാര്യങ്ങൾ അവർ പറയണത്. അപ്പോൾ ഏതായാലും എഴുന്നേറ്റ് വന്ന് അപ്പോൾ റിച്ചാർഡും വന്നുകൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഴമെല്ലാം പഴുത്ത് വല്ലാതെ ഇരിക്കണുണ്ട്. ആരും കഴിക്കണമില്ല, അതങ്ങനെ പഴുത്തിരിക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ച് റയ വന്നിട്ട് ഇതുവരെയും പഴംപൊരി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്, റയന് പുറത്തുള്ള പഴംപൊരി കഴിക്കണമെന്നുണ്ട്. പപ്പ പോയിട്ട് എവിടെ നിന്നൊക്കെയോ പഴംപൊരി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര എണ്ണയാണ് കേട്ടോ അങ്ങനെ കൊണ്ടുവന്ന പഴംപൊരിക്ക്. കാരണം അവരൊരു പേപ്പർ ടവലിൽ ഇട്ടിട്ടൊന്നുമല്ല, ആ എണ്ണയോടുകൂടി മീതെ ഇങ്ങനെ പഴംപൊരി കോരി ഇട്ടിട്ട് ചിലപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ പഴംപൊരിയൊക്കെയാണ് കിട്ടണമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ കുതിർന്ന എണ്ണയിൽ നിൽക്കുന്ന പഴംപൊരി ആയിരിക്കും നമുക്ക് കിട്ടണത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല മേടിക്കണത്. പക്ഷേ റയന് പുറത്തെ പഴംപൊരി വേണം എന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തെ പഴംപൊരിയുടെ അതുപോലെ തന്നെയൊക്കെയാണ് ഉണ്ടാക്കിയത്. കാരണം അവന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി, ഇങ്ങനെ മൊരിഞ്ഞിരിക്കുന്ന പഴംപൊരി ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തത്, മൈദയുടെ കൂടെ. അരിപ്പൊടി ചേർക്കരുത്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ക്രിസ്പായിട്ടുള്ള പഴംപൊരി കിട്ടും. അപ്പോൾ അവനതൊട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കടലപ്പൊടി ചേർത്തിട്ട് അപ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ റിച്ചാർഡൊന്നും പോയിട്ടില്ല. അതിന് മുമ്പ് തന്നെ പഴംപൊരിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കാരണം ഞാൻ അത് രാവിലെ തന്നെ പണി തുടങ്ങിയല്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പപ്പയും റയനും ഇത് തന്നെ കഴിച്ചോളൂ എന്ന് എനിക്കറിയാം.
അപ്പോൾ പപ്പയ്ക്കുള്ള കാപ്പിയും കപ്പും എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ച് പപ്പയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബെഡ് കോഫി ആയിട്ട് കഴിക്കുകയും പിന്നെ ബാക്കി ഭക്ഷണത്തോടൊപ്പം കഴിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കണം. ബെഡ് കോഫി അങ്ങനെ ഇവിടെ ആരും കഴിക്കാറില്ല, എല്ലാവരും വെള്ളം തന്നെ കുടിക്കണത്. എങ്കിലും ചില സമയത്തിന് വല്ലതുകൊണ്ടൊക്കെ പ്രശ്നമുണ്ടെങ്കിലൊക്കെ കഴിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കും, വേണമെന്നുണ്ടെങ്കിൽ കഴിക്കും, അങ്ങനെയൊക്കെ. അപ്പം ഞാനങ്ങനെ റിച്ചാർഡിനെയൊക്കെ പറഞ്ഞു വിട്ട് പിന്നെ വേഗം വന്നിട്ട് ഇപ്പോൾ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാണ് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും രാത്രിയാണ് എപ്പോഴും ഞാൻ കുളിച്ചിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ രാവിലെ മേല് കഴുകി വേഗം പോരാം. രാവിലെ നമുക്ക് തിരക്കായിരിക്കുള്ളൂ, ഒരു വിശാലമായി കുളിക്കണം നേരമൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രി വിശാലമായി കുളിച്ചിട്ടാണ് കിടക്കണത്. രാവിലെ ഒന്ന് മേല് കഴുകിയിട്ട് ഡ്രസ്സ് മാറി ഇങ്ങോട്ട് വരുന്ന ആ ഒരു പെട്ടെന്ന് തീരുവത്. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ പഴംപൊരി ഉണ്ടാക്കിയ പാത്രങ്ങൾ ഇതൊക്കെ കഴുകി വെക്കണം കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരു മെസ്സേജ് വന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വെച്ചിട്ടുണ്ടേ, അത് ഏകദേശം എനിക്ക് തോന്നുന്നത് കന്യാകുമാരി അടുത്താണ് വീട്. അത്രയും ദൂരത്തു നിന്ന് മോൻ്റെ ഒരു പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് കാക്കനാട് വന്നിട്ടുണ്ട്, ഞാൻ ചേച്ചിനെ വന്നൊന്ന് കണ്ടോട്ടെ എന്നും ചോദിച്ചിട്ട് മെസ്സേജ് കണ്ട്. അപ്പോൾ ഞാൻ വന്ന് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ ഈ ഇട്ട ഡ്രസ്സ് വേഗം തന്നെ മാറ്റിയിട്ടാ. കാരണം ഒരാൾ വരും എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് അവിടെ ഞാൻ ഇട്ടിട്ട് മാറ്റി അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സ് എടുത്ത് വേഗം പോയി ഇട്ടിട്ട് നിന്നിട്ടാ. എപ്പോഴാണ് ഒരു ഏകദേശം ഒരു 11:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് മെസ്സേജ് വന്നത്. അങ്ങനെ വേഗം ഞാൻ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പോഴേക്കും ഞാൻ ഗേറ്റ് ലോക്ക് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് എത്രയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നു. ഗേറ്റ് സാധാരണ അങ്ങനെ തുറന്ന് ഇടൂലട്ടാ. തുറന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ പറയൂലേ, ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് തുറന്ന് കയറി കഴിഞ്ഞാൽ റൂബി ഓടി പുറത്തേക്കും പോയാൽ വല്ല വണ്ടി മുട്ടൂലേ എന്നൊക്കെയുള്ള പേടിയാണ്. നമ്മളെപ്പോഴും ഗേറ്റിന് ലോക്ക് ഇട്ടേക്കോട്ടെ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഭീമ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഗേറ്റ് ലോക്കും മാറ്റിയിട്ട്. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ മുകളിൽ എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും റയനും റൂബിയും കൂടി ബെഡ്റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പപ്പ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ ഓടി നടക്കും കേട്ടോ, എല്ലായിടത്തും 100 കണ്ണാണ് പപ്പക്ക്. അപ്പം അങ്ങനെ പപ്പ താഴേക്ക് ഇങ്ങനെ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഇവിടെ നിൽക്കണത്, എങ്ങോട്ടാണ് കയറി വന്നത്, പൊയ്ക്കേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ആരും, ഇനി പൂച്ച കയറിയ വീടിനകത്തെന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ പപ്പ വാതിൽ പെട്ടെന്ന് അടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. കാരണം റൂബി പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വാതിൽ ഫ്രണ്ടിൽ ഡോർ പൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒരു മുഷിഞ്ഞ വേഷത്തിലുള്ള ഒരാൾ. അപ്പോൾ ഗേറ്റ് തുറന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും വന്ന് കയറും. അപ്പോൾ അതൊരു പേടിയാണ് ശരിക്കും ഞങ്ങൾക്ക്. കാരണം നമ്മളുടേത് ഒരു സിറ്റിയാണ്, ഒരുപാട് പുറത്തുള്ള ആളുകൾ, നമുക്കറിയില്ലാത്ത ഒത്തിരി ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. നമുക്ക് ഒരാളെയും തിരിച്ചറിയാൻ പറ്റില്ല ആരാണ് എന്താണെന്നൊന്നും, ആരും ചോദിക്കുകയില്ല. കാരണം ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ നിൽക്കുന്നത്. മിക്ക വീടുകളിലും ക്യാമറകൾ നമ്മുടെ വീട്ടിലും വെച്ചിട്ടുണ്ട്, എല്ലാ വീടുകളിലും ക്യാമറകൾ വെച്ചിട്ടുണ്ട്. കാരണം ഇത് തന്നെയാണ് കാരണം. ആരാണ് എന്താണെന്ന് നമുക്ക് ഒരിക്കലും പിടുത്തം കിട്ടൂല, എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ പപ്പ ഇയാളെ പുറത്താക്കി ഗേറ്റൊക്കെ അടച്ചിട്ട് അകത്തേക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി, എന്താണ്, ആരാണെന്ന് ചോദിച്ചു. ഞങ്ങളും അറിഞ്ഞില്ലല്ലോ. പറഞ്ഞു ആ ഒരു ശബ്ദം കേട്ടില്ല, പപ്പയും അറിഞ്ഞില്ല, പപ്പ വെറുതെ ചുമ്മാ താഴേക്ക് വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഇയാൾ നിൽക്കണത് കണ്ടത്. അതായത് വിസിറ്റിംഗ് റൂമിലേക്ക് അങ്ങോട്ട് കയറിയില്ല എന്നുള്ള രീതിക്കാണ് നിൽക്കണത്. അപ്പോൾ ചില ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യും. അതായത് ഇയാൾ ശബ്ദമേ ഉണ്ടാക്കിയിട്ടില്ല, അതിൻ്റെ അർത്ഥം ഇയാൾ ഇങ്ങനെ നോക്കി നിൽക്കണേ. ആരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഫോൺ ഉണ്ടായിരുന്നു പപ്പട ആ ടീപ്പോയിൽ, അത് എടുത്തുകൊണ്ട് പോകാം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മളുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഓടി വന്ന് കയറിയിട്ട് ഫോണൊക്കെ എടുത്തുകൊണ്ട് പോയാൽ കുറച്ച് നാൾ മുമ്പ് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ടീപ്പോയിലിരുന്ന ഫോൺ എടുത്തുകൊണ്ട് ഓടിപ്പോയി. നമ്മുടെ വീട്ടിൽ ആളുണ്ട്, നോക്കി നിൽക്കുകയല്ലേ എങ്ങനെ, അതെന്തോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതാ ചിന്തിച്ചത്. പക്ഷെ ഒന്നും എടുത്തൊന്നും പോയില്ല. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ എന്താ ഇവിടെ കയറി നിന്നത്, എന്താ കാര്യമെന്ന് പപ്പ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്നിട്ട് വയ്യ, ഒരാഴ്ച ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇതിൽ പഴങ്കഞ്ഞി ആയാലും കുഴപ്പമില്ല എനിക്ക് താന്നു പറയും. അങ്ങനെ പിന്നെ ഞാൻ വേഗം 2 മുട്ടയൊക്കെ എടുത്ത് പൊരിച്ച് തലേ ദിവസത്തെ മീൻ തിളപ്പിച്ചതുണ്ടായിരുന്നു, അതും കൂടി കൂട്ടിയിട്ട് അങ്ങനെ കൊടുത്തു. കാരണം നമ്മുടെ വീട്ടിൽ വേറെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇത്തിരി ചെറുപയറാണ് താളിക്കാനായിട്ട് വെച്ചത്. കാരണം എനിക്ക് ഇത്തിരി ക്ലീനിങ് വർക്കുള്ള ദിവസമായിരുന്നു. പിന്നെ ഭീമയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വരുവോളൂ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ടൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനേതായാലും റൂബിക്കുള്ള ചിക്കനും വേവിച്ച് പിന്നെ രാത്രിത്തേക്ക് റിച്ചാർഡ് വരുമ്പോൾ കൊടുക്കാനുള്ള ചിക്കൻ ബിരിയാണിക്ക് വേണ്ട സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ റൂബിക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഇനി ക്ലീനിങ് വർക്കിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഭീമ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റൂല, ഒരു തടസ്സം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട്
തിരിച്ച് പോകണം എന്നുള്ള മെസ്സേജും കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവരും വന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഏതായാലും അമ്മയുടെ മുത്തേ വീഡിയോ ഓണല്ലേ, അരതളർന്ന വട്ടിനെ പോലെ ഇരിക്കണേ. ഇപ്പൊ നോക്കണേണ്ട് ഞാൻ ഇത്ര അടുത്ത് വന്നിട്ടുണ്ടെന്ന്. അമ്മയുടെ മുത്തൊന്ന് തിന്നോക്കിയമ്മ. ഇത് ഇഷ്ടമേടാ. എപ്പോഴും ആ അച്ഛ കൊടുക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് അത് കഴിക്കാൻ. പിന്നെ എന്തായത് അപ്പം ഞാൻ കുക്കറിൽ പയർ വേവിക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ല. അപ്പം അങ്ങനെ പയർ വേഗം ഒന്ന് താളിച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. പിന്നെ സവാള കൂടിയിട്ട് വറുത്ത്, കാരണം ചിക്കൻ തണുപ്പ് മാറിയിരിക്കണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് സവാള വറുത്തെടുത്തിട്ട് അത് കുറച്ച് കോരി മാറ്റി അതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് അതവിടെ മൂടി വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഫ്ലെയിം ഇപ്പോൾ ഓൺ ചെയ്യൂല. ഏകദേശം 1 മണിക്കൂറൊക്കെ അത് ആ ചിക്കൻ അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ കുക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് റൂബിയുടെ കൂർക്കം വരിയൊക്കെ ഉണ്ട് നിങ്ങൾ കേൾക്കണത്. റൂബി ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഈ ഫോൺ വെച്ചേക്കണതിൻ്റെ അരികിൽ വന്ന് കിടന്നിട്ടാണ് ഉറങ്ങണത്. അപ്പോൾ അതുകൊണ്ട് അവളുടെ ശബ്ദമൊക്കെ ഇടയ്ക്ക് കേൾക്കട്ടോ. പിന്നെ ഈ ചിക്കൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിയൂലേ, എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്താണല്ലോ ഇട്ടേക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഏകദേശം ഒരു, അതായത് ഇത് പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും തണുപ്പ് മാറ്റാൻ പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് 1 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ, ഇരുന്ന് കഴിഞ്ഞിട്ട് ഏതായാലും ചെറിയ രീതിയിലൊന്ന് വേവിച്ചിട്ട് വെക്കാം, ഒരു 1/4 വേവിൽ ഓഫ് ചെയ്തിടാമെന്ന് വിചാരിച്ച്. പിന്നെ അത് കേടായി പോകില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് റിച്ചാർഡ് വരണ ആ സമയം ഒക്കെ ആകുമ്പോഴത്തേക്കും റൈസ് വേവിച്ച് അതിൻ്റെ മിതലേക്കിട്ട് ദം ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്നത്തെ പയറുലത്തിയതൊക്കെ. നമ്മൾ ഇടയ്ക്ക് അങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ റയനാണ് പറഞ്ഞത്, മമ്മി ഉച്ചക്ക് പയർ മതി, വേറൊന്നും ചെയ്യണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്തുനിന്ന് സവാള കുറച്ച് നമ്മുടെ റൈസിൻ്റെ മീതിലിടാൻ കുറച്ച് കോരിയെടുത്ത് മാറ്റിയിട്ട്, പിന്നെ അതിനകത്തേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞത്, തൈര്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനൊരു പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പും കൂടി ചേർത്തിട്ട് അവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കോട്ടെ. അപ്പോൾ സാവധാനം അത് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ക്ലീനിങ് വർക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കണേ. അപ്പോൾ റയൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞു നീ ഹെൽപ്പ് ചെയ്യണ്ട, നിൻ്റെ റൂമിൽ ആ ബെഡൊക്കെ ഒന്ന് പൊക്കി മാറ്റി തന്നാൽ മതി. ആ റൂമിൽ അത്രയും ബുക്സും എല്ലാം ആയിട്ട് കിടക്കണേ കേട്ടോ. റിച്ചാർഡ് കോഴ്സിന് പോകാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ബുക്സ് എല്ലാം കൂടി മുകളിൽ നിന്ന് എടുത്ത് താഴെ കൊണ്ടുവന്നൊക്കെ ഇട്ട് അങ്ങനെ അവിടെ ആകെപ്പാടെ. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളുടെ റൂമില്ലേ ഡെയിലി, അതായത് ഹോസ്റ്റൽ റൂമുകളൊക്കെ, അതൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് സാധാരണ കിടക്കാറ്. കാരണം അവർ തിരക്കിൻ്റെ പുറത്ത് ഓടുമ്പോൾ അവർക്കെല്ലാം വേണ്ട രീതിയിലൊന്നും അടുക്കിച്ചാക്കി വെക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ നിങ്ങളുടെ റൂമിൽ. ഒരു ഹോസ്റ്റലിൽ കയറുന്ന അവസ്ഥയാണ് നിങ്ങളുടെ റൂമിൽ എന്നൊക്കെ ഞാൻ പറയൂട്ടെ. അപ്പോൾ ഇന്ന് ഏതായാലും റൈൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റൈനെ അതെല്ലാം അടുത്തൊന്നും മാറ്റിത്തരണേ, ഒന്ന് ക്ലീൻ ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ അത് വെച്ചെടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഴജന്തുക്കൾ കയറിയിട്ട് അവിടെ സെറ്റാകും. കാരണം അവർക്ക് ആൾ താമസമില്ലാത്ത സ്ഥലത്ത് സെറ്റിലാകാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഒന്ന് അനക്കം വേണം. ഇടയ്ക്ക് ആ ബുക്സുകളെല്ലാം ഒന്ന് പൊക്കി മാറ്റണം. അപ്പോൾ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 കിലോ അല്ല കേട്ടോ, 100 കിലോ ഭാരമാണ് ആ ബുക്സിന്. 2 ബാഗിലായിട്ടാണ് ഇരിക്കുന്നത്. അത് എടുത്താലൊന്നും പൊങ്ങൊന്നുമില്ല, അത്രയും വെയിറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കതെടുത്ത് പൊക്കാനും പറ്റാത്തത്. അപ്പോൾ റയൻ അതെല്ലാം മാറ്റി തന്നിട്ടാ. ഞാൻ പല പ്രാവശ്യം പൊക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട്, ഒന്ന് തന്നെ ഇവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ എല്ലായിടത്തും മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല, നമുക്ക് പൊക്കാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ റയൻ തന്നെ, കാരണം വേറെ ഒരാളും അതിൻ്റെ അകത്ത് കയറി എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും എന്തെങ്കിലും കാണാതെ പോയി എന്ന് പറയും. അതുകൊണ്ടാണ് ആരും അതിനകത്തേക്ക് കയറാത്തത്.
അങ്ങനെ എല്ലാം എടുത്ത് മാറ്റി ഇതേ തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കണാണ് കേട്ടോ. ഇനിയിപ്പോൾ സമാധാനമായിട്ട് കിടക്കാം അങ്ങനെ. അപ്പോൾ ആ സൈഡിലൊക്കെ നിറയെ ബുക്കുകളാണ്, അതെല്ലാം എടുത്ത് മാറ്റി കേട്ടോ. അങ്ങനെ അത് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതിപ്പോൾ റയൻ എടുത്ത വീഡിയോ ഉണ്ട്. റയൻ ഇങ്ങനെ വീഡിയോ എടുത്ത് റയൻ്റെ ഫോണിലൂടെ എടുക്കുന്ന വീഡിയോ വെറുതെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കണം. അപ്പോൾ ഏത് ജോലി തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും അതിൻ്റെ ഇടയിൽ വന്ന് നിന്നിട്ട് അവൻ വീഡിയോ എടുക്കും. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റിയ ഒരു നേരവും മൂടോ ഉണ്ടാവില്ല. എങ്കിലും മമ്മി ഞാൻ വീഡിയോ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്ന വീഡിയോ ആണ് ഇത്. അപ്പോൾ ഏതായാലും അവൻ എടുത്തല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഇട്ടതാണ്. അങ്ങനെ ഞാനാകെ ടയേർഡായി. പിന്നെ ഒന്ന് കുളിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ അതിന് പറ്റിയ നമുക്ക് ഭയങ്കര തളർന്ന് അങ്ങനെ ഞാനും റൂബിയും കൂടിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ കിടന്നാണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഊണൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞാനും റൂബിയും റെസ്റ്റ് ചെയ്യാൻ കിടന്ന് പിന്നെ അടുത്ത പണിയിലേക്ക് കടന്ന് ബിരിയാണി പരിപാടിയിലേക്ക് കടന്ന് വൈകുന്നേരം വന്ന് കിച്ചണിലേക്ക് ചായയൊക്കെ ഇട്ട് പപ്പക്കുള്ള ചായ വെച്ച് റിച്ചാണ്ട് വരുമ്പോൾ കൊടുക്കാനുള്ള ചായ മാറ്റി വെച്ച് അപ്പോൾ റൂബി ഇതിൻ്റെ അകത്ത് കയറി കിടക്കണം. അങ്ങനെ അതുമൊക്കെ ഒന്ന് നോക്കി അവളെയും ഒന്ന് കളിപ്പിച്ച് അങ്ങനെ നമ്മളുടെ കുക്കിങ്ങിലേക്കൊക്കെ കടന്നു. അപ്പം ഞാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് 3/4 ഭാഗം വേവായിട്ട് മൂടിയിട്ടേക്കണേ ഇരുന്ന്. പിന്നെ പേടിക്കണ്ട, കാരണം ആ സമയത്ത് തന്നെ ബിരിയാണി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വരുമ്പോഴേക്കും ഒത്തിരി തണുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ റൈസൊക്കെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ റൈസ് കൂടുതൽ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് വാർത്തിടും കേട്ടോ. അങ്ങനെ പിന്നെ ജീരക വെള്ളവും പപ്പടവും ഒക്കെ വറുക്കാനും ഉള്ളതൊക്കെ എടുത്ത് വെച്ചു. ആ ജീരകം അങ്ങനെ അരിപ്പയിൽ ഇട്ടിട്ട് ടാപ്പിൻ്റെ അടിയിൽ വെച്ചൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിക്കോട്ടെ. പിന്നെ ഇത്തിരി സവാള കട്ട് ചെയ്തത് തന്നെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി വിനാഗിരി ഉപ്പും കൂടി ചേർത്ത് അതും ഒന്ന് തിരുമ്മി അതും എടുത്ത് വെച്ചേട്ടാം. പിന്നെ ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തെ പെട്ടെന്ന് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഗ്രോസറി വന്ന്. അപ്പോൾ ഞാൻ ഓർത്തില്ല അത് ഓപ്പൺ ബോക്സ് ആയിരിക്കുമെന്ന് ഓർത്തില്ല. അപ്പോൾ റയനോട് പറഞ്ഞ് അത് പോയി മേടിച്ചിട്ട് വരും, കുട്ടിച്ചാക്കിലായിരിക്കും വരണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഓപ്പൺ ബോക്സ് ആയിരുന്നു. അപ്പോൾ പാത്രം വേറെ നമ്മൾ കൊണ്ടുപോകണേ അത് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ റയൻ്റെ അടുത്ത് ഞാനത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ അവർ റയൻ്റെ അടുത്ത് ഓപ്പൺ ബോക്സ് അങ്ങനെ തന്നെ വീടിനകത്തേക്ക് കൊടുത്തു വിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് അത് കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് ഒട്ടും ഓർത്തതുമില്ല. അങ്ങനെ എനിക്ക് വിഷമമായിപ്പോയി. അവനത് എടുത്തുകൊണ്ട് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് വന്നു. അത് കൈയുടെ വേദനയൊക്കെ ഉള്ളതല്ലേ, വേദന കുറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ വേദനയൊക്കെ കുറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുകയൊക്കെ ചെയ്യും. ഇടയ്ക്ക് ഇങ്ങനെ കൈ അമർത്തുമ്പോഴൊക്കെയുള്ള ഒരു ചെറിയ വേദന മാത്രമേ ഉള്ളൂ. അങ്ങനെ തിരിച്ചത് കൊണ്ടുപോകണേ കേട്ടോ. അപ്പോൾ പുറത്തേക്ക് അതുകൊണ്ട് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ റിച്ചാർഡ് വന്നേക്കണേ 1 മണിക്കൂർ മുന്നേ എത്തി. ആരും ഡ്രോപ്പ് ചെയ്തതാണ് അവനെ. അപ്പോൾ പെട്ടെന്ന് എത്തി. അങ്ങനെ ബിരിയാണിയുടെ ഒന്നും ആയി വന്നിട്ടില്ല, കാരണം ഇത് ദം ഇട്ട് വെച്ചിട്ടേ ഉള്ള. ഇതെന്താ വേഗം വന്നത്? രസേട്ട വന്നേക്കണ വേഗം. എടാ എന്താ പറഞ്ഞത്? ഒരാൾ ഡ്രോപ്പ് ചെയ്തു സെൻട്രൽ സ്ക്വയർ വരെ. ഓ തന്നെ റയനെ പണി വാളിപ്പോയല്ല. ഇന്നു നമുക്ക് ഓപ്പൺ ബോക്സിലാണ് വന്നത്. ഞാനൊട്ടത് അറിഞ്ഞതും ഇല്ലടാ, സോറി ഇട്ടടാ. ഞാൻ വിചാരിച്ച് കിറ്റായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഓപ്പൺ ബോക്സിൽ വന്ന് നമ്മളിതുപോലെ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് വേണം എടുക്കാൻ. എന്തൊക്കെയുണ്ട്? നെയ്യ് എത്ര രൂപയാണ്? 1/2 കിലോ 301 രൂപ. 301 1/2 കിലോ അല്ല, 1/2 ലിറ്റർ. പിന്നെ ഇത് ഒരെണ്ണം ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ ഫില്ലർ, അത് തന്നെ റീഫില്ലറാണ്. ഇതല്ല 135 രൂപ. അപ്പം ഇത് ഞാനിവിടെ കാണിക്കണത് ഇത് 3 എണ്ണം എത്രയാണ്? 135. അപ്പോൾ ഈ ഒരു സ്പ്രേയർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് തീരുമ്പോൾ അങ്ങോട്ട് മാറ്റിയിട്ടാൽ മാത്രം മതി. ബോട്ടിൽ വലിച്ചെറിഞ്ഞ് കളയാം അല്ലേ? അത് തന്നെ. അപ്പോൾ ഇത് 3 എണ്ണം 135. പിന്നെ ഇത് ഞാൻ ഒരു 3 ടൈപ്പ് സ്നാക്സ് മേടിച്ചതാണ്. ഇതിന് എത്രയാണ്? 135. 200 ഗ്രാം 600 ഗ്രാമാണ് മൊത്തത്തിൽ. ഇതൊരു കോംബോയാണ്.
കച്ചോരി. ഓ ഇതൊക്കെ എന്ത് പേരെന്ന് എനിക്കറിയില്ല. മിനി സമോസ അങ്ങനെയൊക്കെ. വേണ്ട, വായിക്കാൻ പറ്റുള്ളടോ. എന്നൊക്കെ എഴുതി അത് തന്നെ വായിക്കാൻ പറ്റില്ല. ഇത് എയർ ഫ്രഷ്നറാണ്, ടോയ്ലറ്റിലിടുന്നത്. 3 എണ്ണം only 99 റുപ്പീസുള്ളൂ. ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൻ്റെ സാധനം ഇതുകൊണ്ടാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിലൊക്കെ വില കൂടുതൽ. ഇതെന്ത് സാധനമാണ്? പഞ്ചസാര അല്ലേ? ആ, പഞ്ചസാര ഫ്ലിപ്കാർട്ടിൻ്റെ 56. ഇത് വെള്ളക്കടല ചണ്ണി. 85. പിന്നെ ഒരു ബൂസ്റ്റ് അര കിലോ. 278 അര കിലോൻ്റെ. റിച്ചാണ് ഇപ്പോൾ എല്ലാ ദിവസവും വേണം. അപ്പോൾ റീഫിൽ പാക്കറ്റ് ആകുമ്പോൾ അങ്ങനെ കുപ്പി തുറന്നെടുക്കാമല്ലോ എന്ന് വെച്ച്. ജാഗറി ഇത് 1 രൂപ കിട്ടിയേക്കണത്. 1 റുപ്പിക്ക് ഒരു ജാഗറി. പക്ഷേ ബാക്കി ഫ്ലിപ്കാർട്ടിൻ്റെ അല്ലേ? ആ, ഇത് നമ്മൾ 1 രൂപ പേ ചെയ്താൽ മതി. 1 രൂപ നമ്മൾ കൊടുക്കണം. ബാക്കി ഫ്ലിപ്കാർട്ട് കോയിൻസ് അല്ലേ കൊടുക്കണ്ടേ? ഇല്ല, ഒന്നും കൊടുക്കണ്ട. ഇത് ഫ്രീ ആണിത്. ഇത് ഫ്രീ ആണ്. നമ്മൾ 1 രൂപ കൊടുക്കണം. അതായത് ഇപ്പൊ 1000 രൂപക്ക് എടുക്കണം. 1000 രൂപക്ക് എടുക്കുമ്പോഴാണ് 1 രൂപ. നേരത്തെ 800 രൂപക്കില്ലേ 2 ഐറ്റം കിട്ടും 2 രൂപക്ക് ഓരോ രൂപക്ക്. അപ്പൊ ഇത് പൊട്ടിക്കറേനെ അവന് ഒന്നുമില്ല. ഞാൻ ദേ ബിരിയാണി ആക്കി വരണുള്ളൂ. ഈ ചെറുക്കൻ ഇത്രയും പെട്ടെന്ന് നേരത്തെ വരുമെന്ന് ഞാൻ ഓർത്തില്ല. ആരുടെയോ വണ്ടിയിൽ കയറി വന്നതാണ് ആള്. 6:15 ആയിട്ടുള്ളൂ. 7 മണി കഴിഞ്ഞാണ് സാധാരണ പറഞ്ഞത്. അപ്പം ഞാൻ ആ ഒരു സമയം കണക്കാക്കിയാണ്. എന്താ ഓഫ് ചെയ്തിട്ടും കൂടിയില്ല. ജീരകമുള്ള റെഡി. പപ്പടം വറുക്കണം. ഇതിനകത്ത് ഞാൻ മുട്ട വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം എടുത്തതിനെ ഒന്ന് അവനാ മിനി സമൂസ ആയിരിക്കുള്ളൂ. എന്ത് സാധനമാണെന്ന് അറിയില്ല. സമൂസ എന്നൊക്കെ പറയാൻ അതിനകത്ത് എന്തോ ഒരു പൊടി പോലത്തെ സാധനം എന്തോ കച്ചോരി. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണോടാ, സ്നാക്സ് ആണോടാ? ബക്കർവാടി അല്ലേ? റിച്ചാർഡ് ഇങ്ങനെ വന്നിട്ടും കൂടി അവൻ എന്തോ ചെയ്യണേനോടെ. സമൂസ എടുക്കുന്ന കട്ട് ചെയ്യാൻ എന്നിട്ട് കാണിച്ചതാ. കാറ്റുപോയല്ലേ. ഇതൊക്കെ ഞാനേ പണ്ട് ഈ സമൂസ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത്രയും ഇത് മിനിയൊന്നും അല്ലല്ലോ, ഇത്തിരി വലുതാണല്ലോ. പൊടി ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ആ പൊടിയാണെന്നാ വിചാരിച്ചത്. പോടാ. ഹേയ് എല്ലാത്തിൻ്റെ ഒന്ന് അടുക്ക് വന്നിരിക്കുക കുഞ്ഞൻ. ഇതെൻ്റെ ഫോട്ടോ അല്ലല്ലോ, റിച്ചാർഡ് നേരത്തെ വന്നതല്ലേ. ഞാൻ റിച്ചാർഡിന് ചൂടായിട്ടുള്ള ഫുഡ് തരാൻ വേണ്ടി ഞാൻ താമസിച്ചാൽ വെക്കണത്. എന്ത് തിന്നാനിരിക്കണേണ്? കൊച്ചിനെ കൂട്. അലമ്പ് എടുത്തെടുത്ത് എന്നാ പറഞ്ഞെടുക്ക്. റിച്ചാർഡിൻ്റെ കയ്യിൽ ഇരിക്കണുണ്ട് കേട്ടോ. എരിവുണ്ട്. സെയിം സാധനം. ഏകമുദ്ര ദ്വിമുദ്രയാണ് അല്ലേ? പിന്നെ ഇന്നാണെങ്കിൽ അരിച്ചാക്ക് പൊട്ടിച്ചിട്ട് അരി ഇടാൻ വേണ്ടിയിട്ട് ആ പാത്രമെല്ലാം കഴുകി ഉണക്കി അങ്ങനത്തെ പണിയുണ്ടായിരുന്നു. പിന്നെ ഈ ബൂസ്റ്റിൻ്റെ ഇടാനുള്ള കുപ്പിയെല്ലാം കഴുകി ഉണക്കി അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റയൻ തന്നെ എനിക്ക് ആ ബൂസ്റ്റൊക്കെ ഇട്ട് അരിയൊക്കെ റയൻ തന്നെ എനിക്ക് നിറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി. സൈഡിൽ ലാവൻഡർ, ജാസ്മിൻ, റോസ്, സാൻഡൽ. കച്ചോരിയൊക്കെ കഴിച്ചിട്ട് ഭയങ്കര എരിവ്. എനിക്കൊട്ടും എരിവ് കിട്ടിയില്ല. ഇതാ സംഭവം. അങ്ങനെ ഞാൻ ആ 3ാമത്തെ പാക്കറ്റ് കൂടി വെറുതെ ഒന്ന് പൊട്ടിച്ച് നോക്കി. ആരും കഴിച്ചില്ല എങ്കിലും ഇനി കാണണമെന്ന് ഓർത്തിട്ട് അങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ എല്ലാത്തിലും, ഷേപ്പുകൾ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള സാധനം. അതൊക്കെ എടുത്തൊരു കുപ്പിക്കകത്തൊക്കെ ഇട്ട് വെച്ചിട്ടാ. കൊച്ച ഒരു ട്രിപ്പ് കഴിച്ചതാണ് കാലത്ത്. 2 ലെഗ് പീസ് കഴിച്ചു. ഇനി ബാക്കിയുള്ളത് കൊച്ചിന് വേണോ? കൊച്ച് കഴിക്കുക എങ്കിൽ നമുക്ക് പുറത്ത് ഒരു ചേച്ചി വരുന്നുണ്ടല്ലോ, ആ ചേച്ചിക്ക് കൊടുക്കാം. ഇവളേതായിരിക്കുള്ളൂ മിക്കവാറും.
ഒരു ഡോഗ് പ്രസവിച്ചെടുക്കണം. അയ്യോ ദേ കയറാൻ പോണിട്ട് എൻ്റെ ഫോണിലൊക്കെ അതേ ചവിട്ടി പിടിച്ചേക്കണേ. ദേ കയറിയിരുന്ന് കയറിയിരുന്ന് ഇവിടെ ഉണ്ടാ. എന്തിന് എന്താണ് ഇവിടെ താൻ. അങ്ങനെ ചായയും പലഹാരമൊക്കെ കഴിച്ച് റിച്ചാർഡ് അല്പാശ്വാസമൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഒരു 7:30 മണി ആക്കി എടുത്തിട്ടാണ് ബിരിയാണിയുടെ പാത്രം തുറന്നത്. കാരണം അതൊന്ന് പാത്രം പാകമാകാനായിട്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം, എന്നാലല്ലേ അത് ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും സ്പെഷ്യലാണ്. എല്ലാ ദിവസവും സ്പെഷ്യലൊന്നും ഇല്ല. സ്പെഷ്യൽ ഇന്നിപ്പോൾ ഉണ്ടാക്കുമ്പോൾ കാണിക്കുന്നതേ ഉള്ളൂ. ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട പൊരിച്ചും ചോറുകളും റിച്ചാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ പള്ളിയിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. രാത്രി ഒരു 8:30 മണി കഴിഞ്ഞ് ഏകദേശം 9 മണി ആയപ്പോഴത്തേക്കാണ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പോൾ എനിക്കറിയാം അങ്ങനെ അന്നത്തെ ദിവസം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. റിച്ചാർഡ് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് മുട്ട പൊരിച്ചത് മതി. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ റിച്ചാർഡിന് ചായ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തത് റായനായിരുന്നു. കാരണം ഞാൻ റിച്ചാർഡ് വന്നതിന് മുമ്പ് എൻ്റെ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതിന്. നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. താങ്ക്